ചേച്ചിയുടെ ആദ്യത്തെ മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു ഉറുമി. അതെ. നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് സന്തോഷ് ശിവൻ സാർ. അദ്ദേഹത്തോടൊപ്പം ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സന്തോഷ് ചേട്ടനെ ഞാൻ ഏറ്റവും അടുത്ത് പരിചയപ്പെടുന്ന മകരമഞ്ഞിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്. ഉം. ആ, ഈ പറയുന്ന പോലെ വലിയ പ്രമുഖനാണെങ്കിലും ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മനുഷ്യനാണ്. ആഹാ. അപ്പോൾ അവിടെ വെച്ചാണ് ഉറുമിയുടെ ഈ സംഗീതത്തിൻ്റെ ഡിസ്കഷൻ. പുള്ളിക്ക് ഈ നാടൻ പാട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ സബ്ജക്റ്റ് ആയതുകൊണ്ട്, പീരീഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ട്രഡീഷണൽ മ്യൂസിക് എങ്ങനെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം എന്നുള്ള ഒരു ചർച്ചയൊക്കെ വരുന്നതും അവിടെ നിന്നാണ്. പുള്ളിയുടെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടാണ് ഈ അപ്പ എന്ന് പറയുന്ന ഒരു പാട്ട് പടത്തിനുള്ളിൽ വരുന്നതും പിന്നെയുള്ള അതിലുള്ള മിക്കവാറുമുള്ള ഫോക്ക് ടേസ്റ്റ് വരുന്ന എല്ലാ സോങ്സും അതിനകത്ത് വരുന്നതിൻ്റെ ഒരു നിർബന്ധക്കാരൻ പുള്ളി തന്നെയായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ശരിക്കും ഇങ്ങനെ ഒരു മണ്ണിൻ്റെ മണമുള്ള പാട്ടുകളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ തികച്ചും അത് നല്ലൊരു എക്സ്പീരിയൻസ് പിന്നെ ആയിരുന്നു. ആ ഒരു മനുഷ്യൻ കാരണമാണ് ഞാൻ ശരിക്കും എനിക്കൊരു ഇതിലോട്ട് വരാൻ പറ്റിയത്. പറ്റിയത്. ഇപ്പോൾ ചേച്ചി ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒരു മ്യൂസിക് ഡയറക്ഷൻ എന്നൊരു മേഖലയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു ഒരു ആൽബം ആ. ചെയ്തിട്ടുണ്ട്. ആ. അത് ഡയറക്ഷൻ ചെയ്തത് ഞാനാണ്, പാടിയത് ഞാനാണ്. അതിൻ്റെ ഒരു മ്യൂസിക് ഒരു ചെറിയ രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ തന്നെ. ആണോ? എന്നാ ആ ഒരു പാട്ട് നമുക്ക് വേണ്ടി ആയിക്കൂടെ? അതൊരു പരിസ്ഥിതി ആൽബത്തിൽ ഉള്ളൊരു പാട്ടാണ്. അത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ശരിക്കും ഒരു സോഷ്യൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സോങ് ആണെന്ന് തോന്നുന്നു ആൽബത്തിൽ. അതെ, അത് ഞാൻ PG കഴിഞ്ഞപ്പോൾ ചെയ്ത ആൽബമാണ്. പക്ഷെ അതിന് ശരിക്കും നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ഫിലിം മേക്കർ. നമ്മൾ ഇന്ത്യ മുഴുവൻ നടന്ന് പ്രൊജക്ടർ ഉപയോഗിച്ച് സിനിമ കാണിക്കുന്ന ഒരാളായിരുന്നു. ആളിപ്പോൾ നമ്മുടെ ഒപ്പം ഇല്ല, മരിച്ചുപോയ ആൾ. അപ്പോൾ ആളാണ് ഈ ഒരു പാട്ടിനും അല്ലെങ്കിൽ ഈ 12th Hour സോങ് എന്ന് പറഞ്ഞൊരു ആൽബം എല്ലാ സ്ഥലത്തും, അതെ, എല്ലാ സ്ഥലത്തും കൊണ്ടെത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു. പിന്നെ ഇപ്പം അത് ഞാൻ ഈയിടെ സ്കൂൾ കുട്ടികളുടെ ഇടയിലും പല ക്യാമ്പയിനുകളിലും ആൾക്കാരത് യൂസ് ചെയ്യുന്നത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. ശരിക്കും സന്തോഷമാണ് നമ്മുടെ ഒരു തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ ഇങ്ങനെ എന്താണ് പബ്ലിഷ് ആവുമ്പോൾ ഉള്ളൊരു സന്തോഷം. ചേച്ചി സ്റ്റേജ് പെർഫോമൻസസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഈ പിന്നണി ഗാന രംഗത്തോട്ട് വന്നേ പിന്നെ ഞാനങ്ങനെ 1-2 സ്റ്റേജ് പെർഫോമൻസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് ക്ലാസിക്കൽ പഠിച്ചിരുന്ന കാലത്ത്, ഇപ്പോൾ കുറേ ഗ്യാപ്പായി ക്ലാസിക്കൽ ചെയ്തിട്ടും അതൊക്കെ ഒരു പ്രാക്ടീസ് ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കറക്റ്റായിട്ടുള്ളൊരു ക്ലാസ് ഒന്നുമില്ല. അതിന് മുമ്പ് ചെറുതിലെ പഠിച്ചിരുന്നപ്പോൾ ചെറിയ രീതിയിൽ കച്ചേരിയൊക്കെ നടത്തുമായിരുന്നു. ഇപ്പോൾ സ്റ്റേജ് പെർഫോമൻസ് വളരെ പ്ലേ ബാക്ക് സിംഗിങ് എന്നുള്ള രീതിയിൽ വളരെ കുറവാണ്. അല്ലാതെ 1-2 പെർഫോമൻസുകൾ അവിയൽ ബാൻഡിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു രീതി. അപ്പോൾ ക്ലാസിക്കൽ സോങ് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ടല്ലോ. എത്ര വയസ്സ് മുതൽ? ഞാൻ ചെറുതിലെ ഒരു 4-5 വയസ്സ് മുതൽ ഞാൻ ആദ്യം തുടങ്ങിയത് അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു മുത്തയ്യ ഭാഗവതർ എന്ന് പറഞ്ഞ ഭാഗവതർ അടുത്താണ്. ഏറ്റവും ഒടുവിൽ ഞാൻ പഠിച്ചിരുന്ന ആലപ്പി ശ്രീമാസാൻ്റെ അടുത്താണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു ക്ലാസിക്കൽ സോങ് പാടണം ചേച്ചി. തീർച്ചയായിട്ടും കേൾക്കാം. പരമപുരുഷ ജഗദീശ്വര ജയ ജയ. പരമപുരുഷ ജഗദീശ്വര ജയ ജയ. പരമപുരുഷ ജഗദീശ്വര ജയ ജയ. പരമപുരുഷ ജഗദീശ്വര ജയ ജയ. പങ്കജനാഭമുരാരേ. പരമപുരുഷ ജഗദീശ്വര ജയ ജയ. പങ്കജനാഭമുരാരേ. പരമപുരുഷ ജഗദീശ്വര